വൈകൃതമായ മനസ്സ് അല്ലെങ്കിൽ സ്വന്തം സഹപാഠിയുടെ ശരീരത്തിൽ കോമ്പസുകൾ കൊണ്ട് ഈ പറയുന്ന കുത്തി മുറിവേൽക്കുകയും അതിലേക്ക് നേരെ ലോഷൻ ഒഴിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് സന്തോഷിക്കുകയും വിദ്യാർത്ഥികളുടെ നിന്ന് കപ്പമായിട്ട് എന്ത് ചെയ്യുന്നു പണം മേടിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മതിൽക്കെട്ടുകൾ കൊണ്ട് മൂടിയ കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇതിന്റെ അകത്തൊക്കെ ഇതിലും വലിയ ലഹരികളായിരിക്കും നടക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ലഹരി എന്ന് പറയുന്നത് എന്താണ്? ഒരു പിടിമുറുക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ നിയമങ്ങളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ചെറിയ, അതായത് നമുക്കറിയാം ഒരു 3 ഇവിടെ ബീവറേജസ് കോർപ്പറേഷൻ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. 240% ഇത് കൊടുക്കേണ്ട ഈ നികുതി അടച്ച് 3-4 കുപ്പി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ചെന്ത് ചെയ്യുന്നു 10 വർഷം വരെ എന്ത് ചെയ്യുന്നു തടവിലിടാവുന്ന ശിക്ഷ കൊടുക്കുന്നു. അതേ സമയത്ത് എന്താണ് 5 ഗ്രാം അല്ലെങ്കിൽ കഞ്ചാവിന്റെയൊക്കെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പെറ്റി അടിച്ചു വിടേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നിയമത്തിന്റെ നമ്മുടെ നിയമങ്ങളൊക്കെ കാഠിന്യം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിന് ചേർന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും നിയമത്തിന്റെ നൂലമാലകളെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ മറയാക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ആഭാസം നടത്തുവാൻ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അട്ടഹസിക്കുവാൻ ഇന്നലെ ആ യുവതി കാണിക്കുന്ന പോലീസ് വന്നിട്ടേ ഉള്ളൂ 5 ഗ്രാം കളക്ട് ചെയ്യാൻ കിട്ടിയില്ല, അതറിയോ? പിന്നെ നിന്റെ ഫോണിൽ കേരളത്തിന്റെ പോലീസ് എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. ഗ്ലാസ് അടിച്ച് തകർക്കുക പോലീസിന്റെ. എന്നിട്ട് പോലീസ് അടിച്ചു തകർക്കല്ല, ഈ യുവതി ഇറങ്ങി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ ആരതിന് സമാധാനം പറയും? ഇതേ അവസ്ഥയാണ് ചെന്താമര എന്ത് ചെയ്തത്, സ്റ്റേഷന് മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വിടുന്നത്.